കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സ്നേഹവും വന്ദനവും ഓരോരുത്തരെയും അറിയിക്കുകയാണ്. കർത്താവിന്റെ സ്നേഹത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവജനം റോമർ എഴുതിയ ലേഖനത്തിൽ പറയുന്ന പോലെ സ്വന്തം പുത്രനെ ആദരിയാതെ എനിക്കും നിങ്ങൾക്കും വേണ്ടി മറുവിലയായി തന്നവൻ അവനോട് കൂടെ സകലതും സൗജന്യമായി നൽകാതിരിക്കുമോ? സ്വന്തം പുത്രനെ ആ കൽവറി ക്രൂശിൽ തള്ളിക്കളഞ്ഞു എങ്കിൽ ആ യേശുക്രിസ്തുവിനോട് കൂടെ എനിക്ക് തരാൻ മേലാത്തതായിട്ട് ഒന്നുമില്ല. ഗോഡ് ക്യാൻ ഗിവ് യു എനിത്തിങ്. നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി കർത്താവിന് ചെയ്യാൻ സാധിക്കും. സോ ഈ പ്രഭാതത്തിൽ എല്ലാവരോടും പറയാം, ആ കർത്താവിന്റെ മുഖത്തോട്ട് നോക്കിക്കൂ, നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കത്തില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കർത്താവ് നമുക്ക് ദാനമായി തന്നു. കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുക. യോഹന്നാൻ 15:16 പറഞ്ഞിരിക്കുന്ന നിങ്ങളല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കർത്താവിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയും പ്ലാനുമുണ്ട്. ഒരിക്കലും നമ്മൾ ലജ്ജിച്ചു പോകത്തില്ല. ഒന്നിലും ഭയപ്പെടേണ്ട, ഒന്നിനും വിചാരപ്പെടേണ്ട. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിചാരപ്പെടേണ്ട. ഇന്ന് പലവിധ പ്രശ്നത്തിലൂടെ ആയിരിക്കും പോകുന്നത്. പക്ഷെ നിങ്ങൾ ഭയപ്പെടാതെയും വിചാരപ്പെടാതെയും ഇരുന്നാൽ കർത്താവ് വൻ കാര്യങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്യും. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവിന്റെ കയ്യിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് നമ്മളെ പണിതെടുക്കും. അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടക്കും. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമായി തീരും. ഇന്നത്തെ ദിവസം ജയത്തിന്റെ ദിവസമാണ്. ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിന്റെ ദിവസമാണ്. ഇന്നത്തെ ദിവസം നന്മയുടെ ദിവസമാണ്. ഇന്നത്തെ ദിവസം ദൈവപ്രവൃത്തി എന്റെ ജീവിതത്തിൽ എന്റെ കണ്ണുകൊണ്ട് കാണുന്ന ദിവസമാണ്. ഇന്നത്തെ ദിവസം ഞാൻ എവിടെ എങ്കിലും ചെല്ലുമ്പോൾ, ഏത് ആവശ്യത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ കർത്താവ് അത്ഭുതകരമായ വഴികളും വാതിലുകളും എനിക്ക് വേണ്ടി തുറക്കും. സ്റ്റാർട്ട് ഡിക്ലെയറിംഗ്. ഈ പ്രഭാതത്തിൽ നിങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങി. എന്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്നോ? ഇന്ന് എക്സാമിന് കുഞ്ഞുങ്ങൾ പോകുവാണോ? എക്സാമിന് കുഞ്ഞുങ്ങൾ പോകുമ്പം അവിടെ നിങ്ങൾ വിളിച്ചു പറയണം. അവിടെ ചെല്ലുമ്പം ഐ വിൽ സീ ദ ഗ്രേസ് ഓഫ് ഗോഡ്. കർത്താവ് എന്റെ കൂടെ ഇരിക്കുന്നത്, ഹോളി സ്പിരിറ്റ് എന്റെ കൂടെ ഇരിക്കുന്നത്, പരിശുദ്ധാത്മാവ് എനിക്ക് തുണ നിൽക്കുന്നത്, എനിക്ക് അറിയാൻ മേലാത്തത് എനിക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു നല്ല കർത്താവ്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് എന്ത് ദൈവമക്കളെ വിളിച്ചു പറഞ്ഞോ, ദാറ്റ് വിൽ കം ടു പാസ്. ഒന്നിനെ പറ്റിയും ഭാരപ്പെടരുത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു വാക്കാണ് അല്ലെ, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. കർത്താവിനാണ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എന്റെ കർത്താവിനാണ്. ആൻഡ് വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നതിന്റെ വലിപ്പം ദൈവത്തോളം വലിപ്പമുണ്ട് ദൈവമക്കളിന്. നോക്ക്, ദൈവവചനം യോഹന്നാൻ 14 യേശു പറയുന്ന മനോഹരമായ ഒരു കാര്യമുണ്ട്. താൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന്. ഒരു താഴെ, ഞാൻ പലപ്പോഴും പറയും, താഴെ ഒരു കൊരണ്ടിയിട്ടല്ല എന്നെ നിങ്ങളെ ഇരുത്താൻ. താൻ ഇരിക്കുന്ന അതേ നിലവാരത്തിൽ, അതേ സ്റ്റാറ്റസിൽ, അതേ തലത്തിൽ എന്നെ നിങ്ങളെ ഇരുത്തുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രീസോ, അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ ഒരു കാര്യം പറയാം, പ്രീസ്, ഒന്നിലും ലജ്ജിക്കത്തില്ല. ഈ പ്രഭാതത്തിൽ നമ്മുടെ ധൈര്യമായിരിക്കണം. നമ്മൾ കടന്നു പോകുന്ന ഒരു വിഷയത്തിലും ലജ്ജിക്കത്തില്ല. എന്റെ തല കുനിയാൻ സമ്മതിക്കത്തില്ല. ഉയർത്തി കർത്താവ് മാനിക്കും. പ്രീസോ, ഇന്ന് ഒന്ന് വിളിച്ചു പറഞ്ഞേ, നമ്മുടെ ജീവിതത്തെ നോക്കി ഒന്ന് വിളിച്ചു പറഞ്ഞേ, ഞാൻ ലജ്ജിക്കത്തില്ല, ഞാൻ ലജ്ജിക്കത്തില്ല. സാഹചര്യം എന്നാണേലും ലജ്ജിക്കത്തില്ല. കാരണം ആകയാൽ കർത്താവ് എനിക്ക് തുണ. ഞാൻ പേടിക്കത്തില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ സാധിക്കും? വിളിച്ചു പറയാൻ തുടങ്ങിക്കോ, അത് സംഭവിക്കും. ഇന്നലെ രാത്രി ചെറപ്പുറത്തായിരുന്നു ഇന്നലെ വൈകിട്ടത്തെ കൺവെൻഷൻ. സച്ച് എ ബ്ലെസ്ഡ് മീറ്റിംഗ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആണ്. ആ ദേശത്തെ കർത്താവ് തൊട്ടു. ആ ദേശക്കാരായ അനേകരെ കർത്താവ് തൊടുന്നത് കാണാൻ നോക്കുക. ആ മീറ്റിംഗിന്റെ ഇടയിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ ആ കൈയൊക്കെ ഉയർത്തി അതുപോലെ ഏറ്റെടുക്കുന്ന, ആദ്യം അന്നൊക്കെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആരും ചാരിയൊക്കെ ഇരുന്ന് കേട്ടുകളയാമെന്ന് വിചാരിച്ച ഒരു മനോഭാവത്തോടെ ഇരുന്ന പലരും ആ മീറ്റിംഗിന്റെ അവസാന ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്ക് അവർ കൈയൊക്കെ ഉയർത്തി ചാടി എഴുന്നേറ്റ് നിൽക്കുന്നതും ഏറ്റെടുക്കുന്നതുമായിട്ട് കണ്ടു. അനുഗ്രഹിക്കപ്പെട്ട മിറ്റത്ത് കൺവെൻഷൻ ആയിരുന്നു ഇന്നലെ വൈകിട്ട്. ഇന്നലെ രാവിലെ കടമനട്ടയിലായിരുന്നു ഉപവാസ പ്രാർത്ഥന. ഇറ്റ് വാസ് സച്ച് എ ബ്ലെസ്ഡ് മീറ്റിംഗ്. നൂറുകണക്കിന് പേര് ആ ഭവനത്തിന്റെ ഉള്ളിൽ, ബാബ്രഹറിന്റെ വീട്ടിലായിരുന്നു, ആ ഭവനത്തിന്റെ ഉള്ളിൽ നൂറുകണക്കിന് പേര് കടന്നു വന്നു. ഇറ്റ് വാസ് സച്ച് എ ബ്ലെസ്സിങ്. ഇന്ന് വൈകിട്ട്
ഇന്നും നാളെയും ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ വീടിന്റെ മുറ്റത്താണ് കൺവെൻഷൻ നടക്കുന്നത്. കർത്താവ് അനുവദിച്ച ലൈവ് ചെയ്യാം. സോ പലപ്പോഴും പല സ്ഥലത്തും ചെല്ലുമ്പോൾ നമുക്ക് റേഞ്ച് ഇല്ല. ഇവിടെ പിന്നെ വൈഫൈ ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ കർത്താവ് വൻ കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നടക്കും. കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യും. ഈ ഉപവാസ പ്രാർത്ഥന ലോകം മുഴുവൻ ഹെവൻലി ഫീസ്റ്റ് ഉപവാസത്തിലും പ്രാർത്ഥനയിലും സമയം ചെലവിടുമ്പോൾ എനിക്കൊരു കാര്യം നിശ്ചയമായിട്ടും അറിയാം. ആത്മീയ തലത്തിൽ, ആത്മീയമായ അന്തരീക്ഷത്തിൽ വലിയൊരു കൊടുക്കൽ വാങ്ങൽ കർത്താവ് ചെയ്യുകയാണ്. ഗോഡ് ഈസ് എംപവറിംഗ് us. അടുത്ത ഒരു തലത്തിലുള്ളൊരു കൊയ്ത്തിനു വേണ്ടി എന്നെയും നിങ്ങളെയും കർത്താവ് ഒരുക്കുകയാണ്. നമ്മുടെ ശുശ്രൂഷകൾക്ക് കർത്താവ് മൂർച്ച കൂട്ടുകയാണ്. ദൈവവചനത്തിൽ മാത്രമല്ല, കർത്താവിന്റെ വചനത്തിൽ നമ്മളെ ഓരോരുത്തരെയും നിറയ്ക്കും. അതുപോലെ തന്നെ അഭിഷേകത്തിൽ അനോയിന്റിംഗ് ലെവൽ, സഭയുടെ അഭിഷേകത്തിന്റെ ആ ലെവൽ വർദ്ധിക്കാൻ പോവുകയാണ്. ഈ ദിവസങ്ങളുടെ മീറ്റിംഗിൽ ഉറപ്പോടെ എനിക്കൊരു കാര്യം വിളിച്ചു പറയാൻ പറ്റും. അനേകരെ കർത്താവ് ഒരുക്കുകയാണ്. അനേക പ്രവാചകന്മാരെയും പ്രവാചകിമാരെയും, അനേക അപ്പോസ്തലന്മാരെയും, അനേക പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും ഒക്കെ ധാരാളമായിട്ടുണ്ട്. എന്നാൽ ഇടയ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി തകർന്നിരിക്കുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് അവരെ ബലപ്പെടുത്തി അവർക്ക് ഇടയ ശുശ്രൂഷ ചെയ്യുന്ന ഇടയന്മാരെ ആ കർത്താവിന് ആവശ്യമല്ലേ. യോഹന്നാനോട് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ എന്റെ ആടുകളെ മേയ്ക്ക്, ഗോ ആൻഡ് ഷെപ്പേർഡ് മൈ ഷീപ്പ്. എന്റെ ആടുകളെ മേയ്ക്ക്. ആടുകളെ മേയ്ക്കാനാണ് ആളില്ലാത്തത്. ഒരാൾ തകർന്നിരിക്കുമ്പോൾ, ഒരാൾ വേദനപ്പെട്ടിരിക്കുമ്പോൾ ആ കൂടെ പോയിരുന്ന് ആ തോളോട് തോള് ചേർന്നിരുന്ന് ഒരു കംഫർട്ടിന്റെ വാക്ക്, ഒരു ബലത്തിന്റെ വാക്ക് അത് പറയാനാണ് ഇന്ന് ആൾക്കാരില്ലാത്തത്. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലേ? ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലും എന്നോട് നമ്മുടെ വിശ്വാസത്തിലൊക്കെ തളരുന്ന സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. ആ വിശ്വാസത്തിൽ തളരുമ്പോൾ ആരെങ്കിലും ഒരു വിശ്വാസത്തിന്റെ വാക്ക് എന്നോട് പറഞ്ഞിരുന്നു എങ്കിൽ, കാരണം നമ്മളൊരു ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ട്രോമയിൽ വെല്ലുവിളിയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്തായിത്തീരും, എങ്ങനെ തരണം ചെയ്യുമെന്നൊക്കെയുള്ള ആകുലതയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അവിടെ നോക്ക്, ഒരാളൊരു വിശ്വാസത്തിന്റെ വാക്ക് നമ്മളോട് ആ സമയത്ത് നമ്മളോട് വിളിച്ചു പറഞ്ഞാൽ ദാറ്റ് വിൽ ടേക്ക് us എ മൈൽസ് അല്ലെ, മൈൽസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഈ എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കുമെന്ന് പറയുന്ന പോലെ ആ വിശ്വാസം അങ്ങോട്ട് ബൂസ്റ്റ് ആയിട്ട് അല്ലെ, പിന്നെ നമുക്ക് പ്രതിസന്ധി ഒന്നും അല്ല. ആ ഒരു തലത്തിൽ കർത്താവ് നമ്മളെ ബലപ്പെടുത്തും. സോ അതിനായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ എവിടെയൊക്കെ ഒന്ന് പറയാമെന്ന് കരുതി എന്നൊക്കെ ഐ എം ടോക്കിംഗ് ടു സമ്മൺ. ആർക്കൊക്കെയോ വേണ്ടിയാ സംസാരിക്കുന്നത്. ഒന്നും വിചാരപ്പെടരുത്, ഒന്നും ഭാരപ്പെടരുത്. എന്നാൽ ഇന്ന് ദൈവവചനത്തിലെ ചിന്തയ്ക്കായിട്ട് മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 11-ാം അധ്യായം അതിന്റെ 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ശീല വായിക്കും. രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബ്ബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞ്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചുവെന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പി. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കും. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. ഈ പാസേജ് കർത്താവിന്റെ ഈ ശുശ്രൂഷയുടെ ഭാഗം, കർത്താവ് ഒരു ദേവാലയത്തിലേക്ക് കടന്നു പോവുകയാണ്. ബഥാനിയ വിട്ട് കർത്താവ് ശുശ്രൂഷയ്ക്കായി ദേവാലയത്തിലോട്ട് കടന്നു പോകുന്നു. ആ പോകുന്ന വഴിക്ക് ഒരു അത്തിവൃക്ഷത്തെ കർത്താവ് കാണുകയാണ്. എന്നാൽ ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് ഗോഡ് ഈസ് ടീച്ചിങ് ഫെയ്ത്ത് അല്ലെ. അവരോട് വിശ്വാസത്തെ കുറിച്ച് പറയുകയാണ്. ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ ഈ മലയോട് നീങ്ങി കടലിൽ പോയി ചാടുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അത്തിയോട് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. ഗോഡ്
ഗോഡ് ഇസ് ടീച്ചിങ് ഫെയ്ത്ത് അല്ലേ. അവിടെ എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് ആ ഫെയ്ത്തിന്റെ കൂടെ കർത്താവ് ഈ ഗോഡ് ഇസ് ആഡിങ് ഫോർഗീവ്നെസ്, ക്ഷമിക്കുന്നതും കൂടെ കർത്താവ് പഠിപ്പിക്കുകയാണ്. നോക്ക്, ഈ ഫെയ്ത്ത് ആൻഡ് പ്രയർ കർത്താവോട് ടീച്ച് ചെയ്യുമ്പം കർത്താവോടെ ഫോർഗീവ്നെസ്സും കൂടെ കർത്താവ് പഠിപ്പിക്കുക. എന്നാ വാട്ട്സ് ദ മീനിങ് ഓഫ് ഇറ്റ്? എന്താ അതിന്റെ അർത്ഥം? പ്രൈസ് നോക്ക്, ഫെയ്ത്ത് ഇസ് വർക്കിംഗ് ത്രൂ ലവ് ആൻഡ് ഫോർഗീവ്നെസ്. വിശ്വാസം എന്ന് പറയുന്നത് നോക്ക്, സ്നേഹത്തിലും ഫോർഗീവ്നെസ്സും കൂടെ ചേർന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. നോക്ക്, അതിന്റെ 12-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ കർത്താവ് ബഥാന്യ വിട്ട് താൻ പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് കർത്താവിന് വിശന്നു. അതിന്റെ 13 മുതൽ ഒന്നുള്ള വാക്യങ്ങൾ വായിക്കാം. അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അതിൽ വല്ലതും കിട്ടുമോ എന്ന് വെച്ച ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഈ അത്തിവൃക്ഷം എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ സ്പിരിച്വൽ കണ്ടീഷൻ കാണിക്കുന്നതാണ്. അത് നമ്മുടെ ഹോശിയ പ്രവചനത്തിലും യെരമ്യ പ്രവചനത്തിലും അത് വ്യക്തമായി പറയുകയാണ്. നോക്ക്, കാണുമ്പം പുറമേ എന്ന് കാണുമ്പം ഭയങ്കര ഭക്തിയുടെ വേഷം, പുറമേ എന്ന് കാണുമ്പോൾ ദേവാലയത്തിന്റെ വലിപ്പം, ദേവാലയത്തിന്റെ മഹത്വം. ആ മഹത്വം ദൈവത്തിന്റെ ശെഖേനയുടെ മഹത്വമല്ല, ദേവാലയത്തിന്റെ പാരമ്പര്യത്തിന്റെ മഹത്വം ഒക്കെ വിളിച്ചു പറയുന്ന അത് കാണിക്കുമ്പോൾ അകം നോക്ക്, ഇലച്ചിലുള്ള അത്തി എന്ന് പറയുമ്പോൾ അത്തി നല്ല തലയെടുപ്പോടെയാണ് അത്തി നിൽക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് എന്താ പുറപ്പെടേണ്ടത്? ഒരു അത്തിയിൽ നിന്ന് എന്ത് ഇലയാണോ അത്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അത്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഫ്രൂട്ടാണ് അല്ലെ, അതിന്റെ ഫലമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ആ റിയൽ ഫലം കാണാതെ ഇരിക്കുന്ന അത്തിയെക്കുറിച്ച് ഇവിടെ സംസാരിക്കുക. കർത്താവ് അങ്ങനെ ഒരു അത്തിവൃക്ഷം കണ്ടു. അപ്പം അങ്ങനെ ഒരു അത്തിവൃക്ഷം കണ്ടപ്പോൾ കർത്താവ് ഒരു വാക്ക് അവിടെ ഡിക്ലെയർ ചെയ്യുകയാണ്, നിന്നിൽ നിന്നും ആരും ഇനി കഴിക്കാതെ പോകട്ടെ. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ കർത്താവ് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഫലം കായ്ക്കുന്നവരായി നോക്ക്. റിയൽ ഫെയ്ത്ത് പ്രൊഡ്യൂസസ് റിയൽ ഫ്രൂട്ട്. ഇന്ന് ഞാൻ അതാ തലക്കെട്ടിട്ടിരിക്കുന്നത്. നിങ്ങളുടെ ശരിക്കുമുള്ള വിശ്വാസം, ശരിക്കുമുള്ള ദൈവാശ്രയം, ശരിക്കുമുള്ള കർത്താവിന്റെ കൂടെയുള്ള നടപ്പ് നിശ്ചയമായിട്ടും ഫലം കായ്ക്കുന്നതാണ്. ഷിന പ്രാരംഭത്തിൽ ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 15 നിന്ന് ഒരു വാക്യം പറഞ്ഞായിരുന്നു. ഇങ്ങനെയാ പറഞ്ഞത്, യേശു പറയുകയാണ്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ഞാൻ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. കർത്താവ് എന്നെയും നിങ്ങളെയും കർത്താവ് തെരഞ്ഞെടുത്തപ്പം കർത്താവ് ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും ഫ്രൂട്ടഡ് ആകണം. നിങ്ങൾ ഫ്രൂട്ടഡ് ആകാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ഇഫ് യു റിയലി ഗെറ്റ് റൂട്ടഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൽ നിങ്ങൾ വേരൂന്നുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ ഫ്രൂട്ടഡ് ആകും. നിങ്ങൾക്ക് ഒന്നിനും കുറവ് വരത്തില്ല. കർത്താവ് നോക്കിക്കേ, അത്തിയെ കർത്താവ് ശപിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഇനിയും ആരും വിധത്തിൽ നിന്ന് കാണാതെ ഇനി ഫലം കഴിക്കാതെ പോകട്ടെ. നോക്ക, അത് കഴിഞ്ഞുള്ള ഭാഗത്ത് കർത്താവ് ദേവാലയത്തിൽ ചെല്ലുന്ന ഭാഗമാണ്. നമ്മൾ അതിന്റെ 15-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, യേശു യെരുശലേമിൽ എത്തിയപ്പോൾ അവൻ ദേവാലയത്തിലേക്ക് കടന്നു. ആ ദേവാലയത്തിൽ കണ്ട കാഴ്ച, ഈ അത്തിയും ഈ ദേവാലയത്തിൽ കണ്ട കാഴ്ചയുമായിട്ട് നിങ്ങൾ അതിനെ ഒന്ന് താരതമ്യം ചെയ്തേ. അത്തിയോട് പറയുകയാണ് നിന്നിൽ നിന്നും ആരും കഴിക്കാതെ പോകട്ടെ. എന്നിട്ട് നോക്ക്, ദേവാലയത്തിലോട്ട് കടന്നു ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ ആ ദേവാലയത്തിന് ചേരുന്നതല്ല. ഈ പുതിയ നിയമത്തിൽ ഒരു കാര്യം പറയാം, സ്പിരിച്വൽ ചർച്ച് എന്ന് പറയുന്നത്, സഭ എന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും, മന്ദിരം ഏതെങ്കിലും കെട്ടിടങ്ങളല്ല, മന്ദിരം വ്യക്തികളാണ്. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ഏതെങ്കിലും ബോർഡ് വെച്ച നമ്മൾ സ്വർഗീയവിരുന്നിന്റെ ആരാധനാലയങ്ങളുണ്ട്. തങ്കുബ്രദർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തങ്കുബ്രദർ സ്ഥിരമായിട്ട് പറയും, ഇത് നമുക്ക് കർത്താവിനെ ആരാധിക്കാൻ ഒരു സ്ഥലമെന്ന് മാത്രമേ ഉള്ളൂ. സ്വർഗീയ വിരുന്ന് എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോം, നമ്മുടെ യേശുവിനെ പ്രസംഗിക്കാൻ ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാനും നിങ്ങളുമാണ് ക്രിസ്തുവിന്റെ മന്ദിരം. ദൈവത്തിന്റെ ശെഖേന ഇറങ്ങുന്നത് പഴയ നിയമകാലത്ത് ദേവാലയത്തിന്റെ ഉള്ളിൽ യാഗം കഴിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം അവിടെ ഇറങ്ങുമെങ്കിൽ, പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ ശെഖേനയും ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങുന്നതും ഈ മന്ദിരത്തിന്റെ അകത്താണ്, ഈ ശരീരത്തിന്റെ അകത്താണ്. തല ക്രിസ്തുവും ഞാനും നിങ്ങളും അവന്റെ സഭയാകുന്ന ശരീരവുമാണ്. തലയിൽ എന്ത് വ്യാപരിക്കുന്നോ അതായിരിക്കും ശരീരത്തിൽ വ്യാപരിക്കുന്നത്. അപ്പൊ ഈ ദേവാലയമാണ് നന്നാക്കേണ്ടത്. നമ്മുടെ ചർച്ചിന് പെയിന്റ് അടിക്കുകയും അതൊക്കെ വൃത്തിയായിട്ട് കടന്നോട്ടെ, ഭംഗിയായിട്ട് കടന്നോട്ടെ, അതൊക്കെ നല്ലതാണ്. നമ്മൾ ആരാധിക്കുന്ന
ഇരിക്കുന്ന സ്ഥലം, നമ്മൾ ആരാധിക്കുന്ന സ്ഥലം, അതൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് നല്ല ബെസ്റ്റായിട്ടും ഇരിക്കട്ടെ, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ അതെല്ലാം ബെസ്റ്റാക്കിയിട്ട് ഈ മന്ദിരം മലിനമാണെങ്കിലോ, ഈ മന്ദിരത്തിലാണ് വിശുദ്ധമായിട്ട്, ഈ മന്ദിരത്തെയാണ് സൂക്ഷിക്കുന്നത്. യേശു പറയുകയാണ്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. അപ്പൊ കർത്താവിന്റെ ഒരു എക്സ്പെക്ടൻസി ഉണ്ട്. കർത്താവ് ആ ദേവാലയത്തിൽ ചെന്നപ്പോൾ കർത്താവിന് ഒരു പ്രതീക്ഷയുണ്ട്, ഇങ്ങനെ ആയിരിക്കണം ദേവാലയം എന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ അവിടെ കണ്ട കാഴ്ച അതിനെല്ലാം വിപരീതമായിരുന്നു. അതിന്റെ 15-ാം വാക്യം മുതലൊന്ന് വായിക്കാം വർഷീന. അവർ യെരൂശലേമിൽ എത്തിയപ്പോൾ അവൻ ദേവാലയത്തിൽ കടന്നു. ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചിട്ട് കളഞ്ഞു. ആരും ദേവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. പിന്നെ അവരെ ഉപദേശിച്ചു, എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് അന്വേഷിച്ചു. പുരുഷാരമെല്ലാം അവന്റെ ഉപദേശത്തിൽ അതിശയിക്കാൻ അവർ അവനെ ഭയപ്പെട്ടു. നോക്ക്, ദേവാലയത്തിൽ ചെല്ലുമ്പോൾ കർത്താവിന്റെ എക്സ്പെക്ടൻസി ഉണ്ട്. അവിടുന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, അവിടുന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവ സാന്നിധ്യത്തിന് വിരോധമായി നോക്ക്, അവിടെ പൊൻവാണിഭക്കാരെ കാണുകയാണ്. അവിടെ ദേവാലയത്തിൽ എന്താണോ, ദേവാലയത്തിൽ ഒരു വ്യക്തി വരുമ്പോൾ അവർക്ക് ആശ്വാസം കിട്ടണം, അവർക്ക് സമാധാനം കിട്ടണം, അവർക്ക് സന്തോഷം കിട്ടണം, അവർക്ക് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകണം. അതാണ് വാസ്തവത്തിൽ ആ ദേവാലയത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അത് കച്ചവട സ്ഥലമായി, അവിടെ കപടത്തിന്റെ സ്ഥലമായി. അങ്ങനെ കണ്ടപ്പോൾ യേശുവിന് ദേഷ്യം വരികയാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ആ ബെഥാനിയ വിട്ടു പോരുമ്പോൾ അത്തിയെ കാണുമ്പോൾ കർത്താവ് ശപിക്കുകയാണ്. നോക്ക്, ഈ അത്തി എന്ന് പറയുന്നത് യെരുശലേമിന്റെ അക്കാലത്തെ സ്പിരിച്വൽ കണ്ടീഷൻ കാണുകയാണ്. നോക്ക്, ആ സ്പിരിച്വൽ കണ്ടീഷൻ തകർന്നു കിടക്കുന്ന ആ അത്തിയെ കണ്ട് അതിൽ നിന്ന് ഫലം കായ്ക്കാതെ കാണാതെ ഇരുന്നപ്പോൾ അതിനെ കർത്താവ് ശപിക്കുകയാണ്. ദേവാലയത്തിൽ വന്ന് നോക്കുക, പൊൻവാണിഭക്കാരെയും മേശമേല് തട്ടൊക്കെ ഇട്ട് കച്ചവടം ചെയ്യുന്ന അവരെയെല്ലാം കർത്താവ് പുറത്താക്കുകയാണ്. കർത്താവ് തിരിച്ചു വരുമ്പോൾ, അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ശിഷ്യന്മാർ ഇന്നലെ തലേ ദിവസം, അന്ന് രാത്രി തന്നെ കർത്താവ് ദേവാലയത്തിൽ പോയി, ആ രാത്രി തന്നെ തിരിച്ചു പോന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നോക്ക്, അവര് അത്തിയെ ശപിച്ച ആ സ്ഥലത്ത് വന്നു. അപ്പോൾ അത് വേരോടെ ഉണങ്ങി നിൽക്കുന്നത് കണ്ടു. അത് വേരോടെ ഉണങ്ങി നിൽക്കുന്നത് കണ്ടപ്പം ശിഷ്യന്മാർ ചോദിക്കുകയാണ്, പ്രൈസ് ദി ലോർഡ്, നോക്ക്, നീ ഇന്നലെ ശപിച്ച അത്തി വേരോടെ ഉണങ്ങി ഇരിക്കുന്നത് കണ്ടു. യേശു അവരോട് ഉത്തരം പറഞ്ഞത് 22-ാമത്തെ വാക്യം ഷിന, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. ബിലീവ് ഇൻ ഗോഡ്. യേശു അവരോട് പറഞ്ഞത് ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന്. ഇവിടെ കർത്താവ് ഹീസ് ടോക്കിംഗ് അബൌട്ട് ഫെയ്ത്ത് ആൻഡ് പ്രയർ. ഇവിടെ പ്രാർത്ഥനയെ കുറിച്ചും എന്റെയും നിങ്ങളുടെയും വിശ്വാസത്തെ കുറിച്ചും പറയുകയാണ്. കർത്താവ് പറയുകയാണ്, ആരെങ്കിലും എനിവൺ, അതിന്റെ അകത്ത് പാസ്റ്റാണോ വിശ്വാസം ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വാസത്തോടെ ഈ മലയോട് നീങ്ങി കടലിൽ പോയി ചാടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. നോക്ക്, നിങ്ങൾ അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ലഭിച്ചു എന്ന് വിശ്വസിച്ച് ഹാവ് ഫെയ്ത്ത്. അവിടെ ഈ കർത്താവ് പഠിപ്പിക്കുന്ന രണ്ട് കാര്യമാണ്, ഒന്ന് വിശ്വാസം, ഒന്ന് പ്രാർത്ഥന. ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ ലഭിച്ചു എന്ന് വിശ്വസിച്ചാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് കർത്താവ്. യു വിൽ ഹാവ് ഇറ്റ് എന്നാണ് കർത്താവ് പറഞ്ഞത്. എന്നാൽ ഇവിടെ അത് കഴിഞ്ഞുള്ള ഭാഗമാണ് ഏറ്റവും പ്രധാനം. നമ്മൾ പലപ്പോഴും അത്തിയോട് ശപിച്ച കാര്യം പറഞ്ഞ് അത്തിയെ ശപിച്ചു, വിശ്വാസത്തിന്റെ കാര്യം പറയും, അവിടെ പ്രാർത്ഥനയുടെ കാര്യം പറയും. പക്ഷെ അവിടം കൊണ്ട് നിൽക്കുകയല്ല ചെയ്യുന്നത്. അത് കഴിഞ്ഞുള്ള കാര്യമാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അത് കഴിഞ്ഞുള്ള ഭാഗമാണ് അതിന്റെ ഏറ്റവും കർത്താവിനെ ഹൈലൈറ്റ് ചെയ്യാനുള്ള ഭാഗം. അത് കഴിഞ്ഞുള്ള ഭാഗമാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയാലും വിശ്വാസത്താലും മാറിപ്പോകുന്ന കർത്താവ് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ അവിടെ ഒന്ന് നിന്നേ, എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന്
നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. നിങ്ങൾക്ക് ആരോട് പ്രാർത്ഥിക്കും. അവിടെ ഒരു കാര്യം പറഞ്ഞിട്ട്, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആരോടെങ്കിലും എന്തെങ്കിലും. ഞാനൊരു കാര്യം പറയാം. വിശ്വാസ ജീവിതത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഫോർഗിവിങ് അതേഴ്സ്. നമ്മൾ പലപ്പോഴും നമ്മൾ ഈ ഫോർഗിവ്നെസ്സിനെ കുറിച്ച്, ഞാനൊരു ശുശ്രൂഷ നിൽക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഫോർഗിവ്നെസ്സിനെ കുറിച്ച് ടീച്ച് ചെയ്യാറുണ്ട്. ബട്ട് ആർ യു എ ഫോർഗിവിംഗ് പേഴ്സൺ? ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളോട് മാത്രമല്ല എന്നോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന വ്യക്തിയാണോ? മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ? അവർക്ക് ഇന്ന കുറവുണ്ട്, ഇവർക്കൊന്ന് ഇന്ന കുറവുണ്ട് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ കുറവ് എക്സ്പോസ് ചെയ്യാനാണോ ഞാനും നിങ്ങളും ശ്രമിക്കുന്നത്? അതോ സ്വന്തം കുറവിൽ ഒന്ന് മാനസാന്തരപ്പെട്ട് കർത്താവ് പറയുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? ഒരു കുഴപ്പമില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആദ്യം മറ്റുള്ളവരോട് ക്ഷമിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ. റിയൽ ഫെയ്ത്ത് വിൽ ബ്രിങ് റിയൽ ഫ്രൂട്ട്. റിയൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഫോർഗിവ്നെസ് ആണ്. റിയൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്, യേശു പറഞ്ഞ ആ വാക്ക് നിങ്ങൾ അനുസരിക്കാവോ? മറ്റുള്ളവർ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പം കർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നോക്ക്, നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ നിങ്ങളുടെ പാപങ്ങളും നിങ്ങളോട് ഞാൻ ക്ഷമിക്കും. അപ്പം ഞാൻ പലപ്പോഴും പറയും, ഇത് ഭയങ്കര കുഴപ്പം പിടിച്ച ഒരു പ്രാർത്ഥനയാണ്. അപ്പം ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന പോലെ ആയിരിക്കും എനിക്ക് ഇളവ് കിട്ടുന്നത്, അല്ലേ? അപ്പൊ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവിടെ ഈ പ്രാർത്ഥനയും വിശ്വാസത്തെയും കുറിച്ച് പറയുമ്പം അവിടെ കർത്താവ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫോർഗീവ് അതേഴ്സ്. നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി വേണോ? നിങ്ങൾ ഫോർഗീവ് ചെയ്യണം. നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങൾ ആ ദേവാലയത്തിന്റെ അവസ്ഥ നിങ്ങളിലാകരുത്. ഞാൻ ഭയങ്കര ബിലീവറാണ്, ഞാൻ ഇത്ര വർഷമായി, ഞാൻ 3-ാം തലമുറയാണ്, ഞാൻ എത്ര വർഷമായി സ്നാനപ്പെട്ടെന്നറിയോ, ഭയങ്കര പ്രാർത്ഥനയാണ്, ഭയങ്കര അന്യഭാഷയുണ്ട്, എനിക്ക് പ്രവചനമുണ്ട്, ദൂതുണ്ട്. നിങ്ങൾ ക്ഷമിക്കുന്ന വ്യക്തിയാണ്. കർത്താവിന് ഈ പ്രഭാതത്തിൽ എന്നോടും നിങ്ങളോടും ചോദിക്കാനുള്ള ഒരേ ചോദ്യം, ആർ യു എ ഫോർഗിവിംഗ് പേഴ്സൺ? അതോ അവര് ഇന്ന വർഷം ചെയ്തത്, അവരന്ന് പറഞ്ഞത്, അതെല്ലാം വെച്ച് നിങ്ങൾ ഇരിക്കുന്ന വ്യക്തിയാണോ? അത് മറ്റുള്ളവരോട് നമ്മളെ ആരെയും വിധിക്കാൻ, ഒരു മനുഷ്യനെയും വിധിക്കാൻ കർത്താവ് ഏൽപ്പിച്ചിട്ടില്ല. വിധിക്കുന്നത് കർത്താവാണ്. അവനവൻ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസം വരും. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, അന്ന് കേൾക്കുന്ന സ്വരം നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നായിരിക്കും. ബിക്കോസ് ഐ എം വാഷ്ഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്. എന്നാൽ ഈ ലോകത്ത് ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഐ വിൽ ക്യാരി ദാറ്റ് ഫോർഗിവ്നെസ്. നോക്ക്, പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും നിങ്ങൾ പകരം ചെയ്യുന്നവരാകാതെ, നിങ്ങൾ പകരം നോക്ക്, അവര് നിങ്ങളോട് റിയാക്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ പകരം റിയാക്ട് ചെയ്താൽ നിങ്ങളിൽ എന്നാ ഫെയ്ത്താ ഉള്ളത്? നിങ്ങളിൽ എന്നാ വിശ്വാസമുള്ളത്? നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നതെന്ന് നിങ്ങൾ പറയുന്നുണ്ടെന്നല്ലാതെ ആ ദേവാലയത്തിന്റെ അവസ്ഥയാണ്. ദേവാലയമാണ്, അവിടെ ദേവാലയത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അവിടെ പക്ഷെ അതില്ല. അത്തിയാണ്, അത്തി നല്ല എലച്ചിലോടെ നിൽക്കുകയാണ്, അത്തിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യമുണ്ട്, പക്ഷേ അത് അത്തിയിലില്ല. നോക്ക് ദൈവമക്കളെ, ഫലം കായ്ക്കുന്നവരായിരിക്കണം. ഫലം കായ്ക്കണോ? ഫോർഗിവ് അതേഴ്സ്. ആരോടും ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. കർത്താവ് അവിടെ പറയുന്ന നോക്ക്, നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴവുകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. നമുക്ക് അവരോട് എന്തെങ്കിലും ഉണ്ടോ? അവരെന്നെ കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള പറഞ്ഞ എന്റെ വിഷയമേ അല്ല. നമുക്ക് നമ്മുടെ പുറകിൽ സംസാരിക്കുന്നവരുണ്ട്, നമ്മുടെ ബാക്ക് ബൈക്കേഴ്സ് ഉണ്ട്. പുറകെ നോക്ക്, നിങ്ങളെ കുറിച്ച് അവർ പറയുന്നത് എന്നാന്നറിയാവോ? നമുക്ക് എല്ലാവർക്കും നമ്മളെ കുറിച്ച് ആരെങ്കിലും മറ്റുള്ളവർ പറയുന്ന അഭിപ്രായം കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് നല്ലത് കേൾക്കാനാണ് നമുക്ക് ഇഷ്ടം, അല്ലേ? നമ്മളെ കുറിച്ച് മോശം പറയുന്ന കേൾക്കാൻ നമുക്ക് ആർക്കും ഇഷ്ടമില്ല, നല്ലത് കേൾക്കാനാണ് ഇഷ്ടം. പക്ഷെ ആരെങ്കിലും നിങ്ങളോട് വന്ന് പറയുകയാണ്, അവർ നിങ്ങളെക്കുറിച്ച് എന്നാ പറയുന്നതെന്നറിയാവോ? നിങ്ങളെക്കുറിച്ച് ഇന്ന വേണ്ടാത്ത വാക്കുകളൊക്കെയാണ് പറയുന്നത്. എന്തിനായിരിക്കും അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഓർത്തോണം, നിങ്ങളുടെ ഇടയിൽ ഒരു ഡിവിഷൻ കൊണ്ടുവരാൻ. ദാറ്റ് ഈസ് നോട്ട് ഫ്രം ഗോഡ്, ദാറ്റ് ഈസ് ഫ്രം സേറ്റൻ. അവന്റെ പേര് സാത്താൻ എന്നാണ്. ഇറ്റ് ഈസ് ഫ്രം സേറ്റൻ. എന്തിനു വേണ്ടിയാണ്? ഡിവിഷൻ കൊണ്ടുവരുന്നത്.
കാരണം നിങ്ങൾ ഒന്നിച്ചു നിന്നാൽ, നിങ്ങൾ ഒറ്റ മനസ്സോടെ നിന്നാൽ, നിങ്ങൾ ഒരേ സ്നേഹത്തിൽ നിന്നാൽ, പ്രൈസ് ദി ലോർഡ്, നോക്ക്, നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് പരസ്പരം പ്രയോജനമുള്ളവരാകും. നിങ്ങൾ വിശ്വാസത്തിൽ തളർന്നു പോകുമ്പോൾ വിശ്വാസത്തിൽ ബലപ്പെടുത്തും, ഒരാവശ്യം വരുമ്പോൾ കൂടെ നിൽക്കും. എന്നാൽ അതിന്റെ ഡിവിഷൻ കൊണ്ടുവന്ന് പിശാച് തെറ്റിച്ച് കളഞ്ഞിട്ട് തെറ്റിക്കാൻ നോക്കും. അവന്റെ തന്ത്രങ്ങളെ, പൗലോസ് പറയുന്ന വാക്കാണ്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ബിവെയർ ഓഫ് ഹിം. ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നോക്ക്, മറ്റുള്ളവരുടെ കുറ്റം നിങ്ങളോട് വന്ന് പറയുന്നു, അവരങ്ങനെയാ ഇവരിങ്ങനെയാ എന്ന് മറ്റുള്ളവരുടെ കുറ്റം നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളെക്കുറിച്ച് അവർ പറയുന്ന അങ്ങനെയാ. ഒരു കാര്യമാണ്, തെറ്റിക്കാൻ നോക്കുക. എന്തിനു വേണ്ടിയാണ്? തെറ്റിച്ചിട്ട് വേണം മോഷ്ടിക്കാൻ, തെറ്റിച്ചിട്ട് വേണം നിങ്ങളുടെ സന്തോഷം. പിന്നെ ആ പുള്ളിയെ കാണുമ്പോൾ മുഴുവൻ എന്റെ ഇങ്ങനെയാണ് ഉടനെ നമുക്ക് പല്ലുകടിയാ. നമ്മള് അതെ പറയുന്ന, നമ്മള് പ്രൈസലോടൊക്കെയാ പറയുന്ന, പക്ഷെ അകത്ത് അവരോട് കേട്ടതാണ് നമ്മുടെ അകത്ത് ഇരിക്കുന്നത്. മനസ്സിലായോ? പറയരുതേ. നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങളെ കുറിച്ച് പ്രൈസ് വേണ്ടാത്തത്, മറ്റൊരാളെ കുറിച്ച് വേണ്ടാത്തത് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവസന്നിധി പോയിരുന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അത് കേൾക്കാം. ചിലരിപ്പം കേൾക്കാൻ പോകണമെന്നില്ല ഷീന, പിന്നെ ഇവര് പറയും എന്നോട് പറയരുതെന്ന് പറയണം. എന്നോട് ആവശ്യം എന്റെ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു വാക്ക് നിങ്ങൾ പറയരുത്. മനസ്സിലായോ? ഒരാളുടെ വിശ്വാസത്തെ ഇടിച്ചു കളയാൻ ഒറ്റ വാക്ക് മതി. ഒരാളുടെ വിശ്വാസത്തെ ഇടിച്ചു കളയാൻ, ഒരാളെ കർത്താവിലും ആ വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാൻ എത്ര ഡിഫിക്കൽട്ടാണ് അല്ലേ? എത്ര നാള് ഓരോരുത്തരെ പ്രാർത്ഥിച്ചാൽ, നമ്മളൊക്കെ ഓരോരുത്തരും കർത്താവിന്റെ സന്നിധിയിലും വിശ്വാസത്തിലും ഒക്കെ വന്ന് എത്രയോ നാള് എത്രയോ പേര് പ്രാർത്ഥിച്ച് ഇടിവിൽ നിന്നിട്ടാണ് നമ്മളൊക്കെ വിശ്വാസത്തിൽ വന്നത്. പക്ഷെ നമ്മുടെ ഒരു വാക്ക് കൊണ്ട് ഒരാളുടെ വിശ്വാസത്തെ ഇടിച്ചു കളയാൻ പറ്റും. സോ അങ്ങനെ ഇടിച്ചു കളഞ്ഞാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം, 26-ാം വാക്യം, നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കത്തില്ല. കർത്താവ് അങ്ങനെ പറഞ്ഞെങ്കിൽ അത് മാറും. മത്തായി സുവിശേഷം 6:1 എടുത്ത് ഷിന, 6:14-15 വാക്യങ്ങൾ. നിങ്ങൾ മനുഷ്യരോട്, മത്തായി സുവിശേഷം 6:14-15, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ, പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കും. അടുത്ത വാക്യം, നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. നോക്ക്, അതുകൊണ്ട് ആരോടെയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ളവരോടൊന്ന് ക്ഷമിച്ചേ, ഒന്ന് വിട്ടുകളഞ്ഞേ. ചിലപ്പം അവർ നിങ്ങൾ ചെയ്തത് പക്ഷെ നിങ്ങൾ അത് വെക്കണ്ടെന്നേ. നമ്മൾ ദോഷത്തിന് പകരം ദോഷം പകരം ചെയ്യുന്നവരാകരുതെന്ന വചനം. അവർ ചെയ്യുന്ന പോലെ അങ്ങനെ തിരിച്ച് റിയാക്ട് ചെയ്യാനാണെങ്കിൽ, വേർ ഇസ് യുവർ ഫെയ്ത്ത്? നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഗ്രാഫ് അത് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രേ മനസ്സിലായുള്ളൂ യേശുവിനെ. നോക്ക്, അവസാനം കാൽവരി ക്രൂശിൽ യേശു പറഞ്ഞത് തന്നെ, തന്നെ ഉപദ്രവിച്ചവരോട്, തന്നെ തുപ്പിയവരോട്, തന്റെ വസ്ത്രം പറിച്ചെടുത്ത്, കർത്താവെ ഇവരോട് ക്ഷമിക്കണം, ഫോർഗീവ് ദം. കർത്താവെ തീ ഇറക്കിയേക്കണം, ഇവന്മാരെയൊക്കെ ദഹിപ്പിച്ച് കളഞ്ഞേക്കണമെന്നാണ് പറഞ്ഞത്. നമുക്ക് ഈ മാനുഷികമായിട്ട് നമുക്ക് ഒരു സ്വഭാവമുണ്ട്. നമ്മളെ ഉപദ്രവിക്കുന്ന ആർക്കെങ്കിലും ഒരു ദോഷം കാണുമ്പോൾ ഉള്ളിൽ ഒരു സന്തോഷം വരുന്നുണ്ടോ? അറിയാതെ അല്ലെങ്കിലും അവൻ്റെ അങ്ങനെ ഇറണായിരുന്നു അങ്ങനെ വരുന്നുണ്ടോ? അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ടില്ല, അഴുക്കാ എപ്പോഴും അകത്ത്. ആർക്കെങ്കിലും ഒരു വേദന വരുമ്പോൾ, ആർക്കെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ, നോക്ക്, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, അവർക്ക് വേണ്ടി ഒന്ന് അനുഗ്രഹിക്കുക. കർത്താവെ, സമ്മതിക്കരുത് അവരാ കടന്നു പോകുന്ന വേദനയിൽ അവരെ പുറത്തു കൊണ്ടുവരുന്നത്. അവർ ചിലപ്പോൾ നമ്മളോട് ചെയ്തതായിരിക്കും, അവർ ചിലപ്പോൾ നമ്മളെക്കുറിച്ച് വേണ്ടാത്ത പറഞ്ഞ്, സാരമില്ലെന്നേ. നമ്മളെ അറിയുന്ന, എന്നെ ഇൻ ആൻഡ് ഔട്ട് അറിയുന്ന നല്ലൊരു കർത്താവാണ്. റിയൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഫോർഗീവ്നെസ്. നിങ്ങൾക്ക് ഒരാളോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ഹാവ് ഫെയ്ത്ത്. നമുക്ക് ആ ഫെയ്ത്ത് ആൻഡ് പ്രയർ എന്ന് പറഞ്ഞു, അത് നമുക്ക് ഒരു ബന്ധവും ഇല്ലാത്തൊരു കാര്യമല്ലേ ഇവിടെ പറയുന്ന കർത്താവ്. ജീസസ് കണക്ടിങ് ഇറ്റ്. ആ ഫോർഗീവ്നെസ്സും എന്റെ ഫെയ്ത്തും കൂടെ എന്റെ കർത്താവ് കണക്ട് ചെയ്യുക. സോ ഫോർഗീവ് അതേഴ്സ്. ഇന്ന് എനിക്ക് പറയാനുള്ള മെസ്സേജ് അതാണ്. മറ്റുള്ള ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിട്ടുകൾ. ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാവോ, ആ റിയൽ ഫെയ്ത്ത് വിൽ ബ്രിങ് റിയൽ ഫ്രൂട്ട്. ശരിക്കും നോക്ക്, കർത്താവ് എന്നെ തെരഞ്ഞെടുത്തതും എന്നെ ആക്കി വെച്ച അനുഗ്രഹം അനുഭവിക്കാൻ എന്നെ കർത്താവ് ആക്കി വെച്ചിരിക്കുകയാണ്.
പോയി ഫലം കായ്ക്കാൻ, ഞാൻ ഫ്രൂട്ട്ഫുൾ ആകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ കർത്താവിൽ അങ്ങ് വേരൂന്നി നമുക്ക് നിൽക്കാം. എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ അവരുടെ അറിവില്ലായ്മ കാരണമായിരിക്കും. സാരയില്ലെന്നേ, വിട്ടുകള. എന്തിനാ ഇത് ക്യാരി ചെയ്തുകൊണ്ട് നടക്കുന്നത്? എന്തിനാ ഈ ഹെവിനെസ് എന്തിനാ നമ്മൾ കൊണ്ട് നടക്കുന്നത്? ഇത് ചുമന്നിട്ട് വല്ല കാര്യമുണ്ടോ? അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, അവരെങ്ങനെ വേണേലും പറയട്ടെ, നമുക്കെന്നാ? നമ്മുടെ കർത്താവ് എന്നോട് എന്താ കർത്താവിന് പറയാനുണ്ട്? കർത്താവിന് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഐ ലവ് യു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്റെ എല്ലാ കുറവുകളോടെ നിന്നെ സ്നേഹിക്കും. നമ്മൾ പെർഫെക്റ്റ് ആയിട്ട്, നമ്മൾ പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. ഒത്തിരി വീഴ്ചകളും കുറവുകളും എല്ലാം നമുക്കുണ്ട്. നമ്മുടെ വാക്കില്, നമ്മുടെ വിചാരത്തില്, നമ്മുടെ ചിന്തകളില് ഒക്കെ നമ്മൾ നന്നാകാനുണ്ട്. സഭ നന്നാകാനുള്ളവരുടെ കൂട്ടം, നന്നായവരുടെ കൂട്ടമല്ല, നന്നാകാനുള്ളവരുടെ കൂട്ടമാണ്. ഓരോ ദിവസവും കഴിയും തോറും നന്നായി വീണ്ടും കർത്താവിന്റെ വചനത്താൽ കഴുകി എന്നെ ശുദ്ധീകരിച്ച് ആ കർത്താവിന്റെ വലുതും പ്രസിദ്ധമായ ദിവസത്തിന് വേണ്ടി കർത്താവ് എന്നെ ഒരുക്കുകയാണ്. ഹീസ് പ്രിപ്പയറിംഗ്. ഇന്ന് പകരം ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ ഞാൻ ഇച്ചിലൂടെ നന്നാവുക. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ നന്നായിക്കൊണ്ടിരിക്കുക. റജി, ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടാ മോനെ വിട്ടുകള, നീ എന്തിനാ ക്യാരി ചെയ്യുന്നത്? നീ ബേർഡൻ കൊണ്ട് നടക്കാതെ. ഞാൻ എല്ലാ ബേർഡനും എന്റെ മേൽ ഇട്ടോളാൻ യേശു മാത്രമല്ലേ പറഞ്ഞുള്ളൂ. അങ്ങോട്ടങ്ങ് ഇടാം. അവരെ അങ്ങ് അനുഗ്രഹിച്ച്. ഞാൻ പറയട്ടെ, ആരോടെങ്കിലും ഭാരം നിങ്ങൾക്ക് കളയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അവരെ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ മതി. ബ്ലസ് ദം. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നുള്ളൂ. എനിക്ക് വിശ്വാസ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ഭാരങ്ങൾ വന്നിട്ടുണ്ട്. പലരോടും വിഷമം വന്നിട്ടുണ്ട്. ഞാൻ തുറന്നു പറയും, പലരോടും എനിക്ക് വിഷമം വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ നോക്ക്, ഈ വചനമായി എന്നെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതിനാൽ അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഞാൻ അനുഗ്രഹിക്കും. ഒരു ദിവസം അനുഗ്രഹിക്കും, 2 ദിവസം അനുഗ്രഹിക്കും, 3 ദിവസം അനുഗ്രഹിക്കും, 4 ദിവസം അനുഗ്രഹിക്കും. ഞാനിങ്ങനെ അനുഗ്രഹിക്കാൻ തുടങ്ങും തോറും അതിൻ്റെ ആ ലെവല് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാനിത് മറന്നുപോകും. ഞാൻ ഷീനാട് പറഞ്ഞത് എനിക്ക് ഓർമ്മ പോലും, അങ്ങനെ ഒരു സംഭവം എനിക്ക് ഓർമ്മ പോലും ഇല്ല. അങ്ങനെ മറന്നുപോകും. നിങ്ങൾ നോക്കിക്കോ, അല്ലെ, ട്രൈ ഇറ്റ്. നിങ്ങൾ ചെയ്ത് നോക്കിക്കേ. സാരമില്ലെന്ന്, ഈ ലോകത്തിൽ ഇങ്ങനെയൊക്കെയാണ്. പ്രൈസ് ലോർഡ്. നമ്മൾ ഒരു ദിവസം നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തും. അവിടെ സന്തോഷവും സമാധാനവും, അവിടെ ഡാൻസും, അവിടെ ആരാധനയും, അവിടെ സ്തോത്രവും, പ്രൈസ് ലോർഡ്, അവിടെ ഷാലോ പീസ് ആയിരിക്കും. പക്ഷെ ആ ഷാലോം നമ്മുടെ വീട്ടിൽ ഉണ്ടാകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുക. സോ അങ്ങനെ ഒരു ലൈഫ് എത്ര സന്തോഷമായിരിക്കും. ആരോടും ഒന്നുമില്ലാത്ത ബ്യൂട്ടിഫുൾ. യേശു തന്നെ പറഞ്ഞൊരു വാക്കാണ്, ഇടർച്ചകൾ വരാതിരിക്കുന്ന അസാധ്യം. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അങ്ങനെ വരും. നമ്മളെല്ലാവരും ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് അല്ലേ. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ജീവിത നിലവാരം, നമ്മുടെ കുടുംബ പാരമ്പര്യം, ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം വ്യത്യസ്തമാണ് അല്ലേ. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത മാതാപിതാ. ഒരു വീട്ടിൽ ഒരു അപ്പനും അമ്മയ്ക്കും ജനിച്ച കുഞ്ഞുങ്ങൾ തന്നെ ഉള്ള അടി കണ്ടാൽ എത്ര ഇടത്ത് ഞങ്ങൾ അടി തീർത്തിട്ടുണ്ടെന്നറിയാം. ഒരു വീട്ടിൽ ഒരപ്പനെ ജനിച്ച 2 മക്കൾ തമ്മിൽ എന്തൊരടിയാണ്. 1/2 സെന്റ് സ്ഥലത്തിന് ഇന്നാൾ ആരണ്ട് പറഞ്ഞത് 150 ഏക്കർ ഉള്ള ഒരു പുള്ളി, 150 ഏക്കർ സ്ഥലമുണ്ട്. ആ 150 ഏക്കർ ഉള്ള ഒരു പുള്ളി 1/2 സെന്റ് ഒരു സ്ഥലത്തിന് വേണ്ടി സഹോദരനുമായിട്ട് കേസ് കൊടുത്തിരിക്കുക. നോക്കണേ, ഒരു വീട്ടിൽ ജനിച്ച സഹോദരങ്ങൾ, ഒരു വീട്ടിൽ ജനിച്ച സഹോദരങ്ങൾ നോക്ക്. ഈ സുവിശേഷം വിട്ടുകൊടുക്കുന്നതാകട്ടെ. എല്ലാം വിട്ടുകൊടുക്കുന്ന ആളാണ്, കൊടുക്കുന്ന ആള് ഈ സുവിശേഷത്തിൽ ഏറ്റവും കൂടുതൽ വാല്യുബിൾ. ദൈവത്തിന്റെ കണ്ണിൽ ഏറ്റവും കൂടുതൽ വാല്യുബിൾ. ഇടർച്ച വരാതിരിക്കുന്ന അസാധ്യം, പക്ഷെ വരുത്തുന്നവൻ അയ്യോ കഷ്ടം. നമുക്ക് ആർക്കും ഇടർച്ച വേണം. ലെറ്റ് us have a peaceful life and Holy Spirit will help you. അതിനാൽ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെയും സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവവചനം ഇവിടെ വ്യക്തമായിട്ട് പറയുക, ആരോടെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രൈസ്, നിങ്ങൾ പറയുന്ന പോലെ, നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ബ്ലെസ്ഡ് ആകുന്നത് നിങ്ങൾക്കാണ്. അനുഗ്രഹം അനുഭവിക്കാൻ വിളിച്ചിരിക്കുക, ഫലം കായ്ക്കാൻ വിളിച്ച്. ഫലം കാണണ്ടേ? ചുമ്മാ വന്ന് കൈ കൊട്ടി അടിച്ച് സ്തോത്രകാഴ്ച ഇട്ട് ദശാംശവും കൊടുത്ത് അങ്ങനെയൊക്കെ പോയാൽ മതിയോ ജീവിതം? ഞാനൊരു കൺവെൻഷന് പോയി, ഞാൻ 10 ദിവസം ഉപവാസം എടുത്തിട്ട് എന്താ ഗുണമുണ്ടായോ? വാട്ട് ചേഞ്ച്? ഇന്നലത്തേൽ ഞാൻ ഇന്ന് മാറിയോ? ഇന്ന് ഒന്നുകൂടെ നന്നായോ? നന്നാകണ്ടേ? ഒന്നും വേണ്ട കേട്ടോ, ആരോടും ഒന്നും വേണ്ട. നമുക്ക് ക്ഷമിച്ച് കളയാം. മനുഷ്യരെ പല സ്വഭാവക്കാർ.
വിട്ടുകളയാം. നമുക്ക് ആരോടും ഒന്നും വേണ്ട. സോ ലെറ്റ് us pray. എനിക്ക് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച്, ഗിവ് മീ എ സ്പിരിറ്റ് ഓഫ് ഫോർഗീവ്നെസ്. അതൊരു ആത്മാവാണ്, ഫോർഗീവ്നെസ്സിന്റെ ഒരു ആത്മാവ്. ആര് ഈ ഞാൻ ചില ഷീനായിക്കറിയാം, ഷീനാട് അവര് പറഞ്ഞ ഇല്ല, ഇതിലേ പോയി, ഞാൻ കേട്ടില്ല. അവര് വേണ്ട, കർത്താവിനോട് പ്രാർത്ഥിക്കണം, വേണ്ടാത്ത ഒന്നും എന്നെ കേൾപ്പിക്കരുത്. എന്റെ പ്രാർത്ഥനയിലുള്ള ചില പ്രാർത്ഥനകളാണ് മൈ പ്രൈവറ്റ് പ്രയർ. ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് ആവശ്യമില്ലാത്ത ഒന്നും എന്നെ കേൾപ്പിക്കരുത്. നമ്മുടെ മുമ്പിൽ നിന്ന് അവർ പറഞ്ഞാലും നിങ്ങൾ കേൾക്കത്തില്ല. ഇതുവഴി പോകും, ഇതിവിടെ റെക്കോർഡ് ആകത്തില്ല, അതുവഴി അങ്ങ് പോകും. ചെവിക്കകത്ത് കേട്ടോ എന്ന് ചോദിച്ചാൽ ചെവിക്കകത്ത് കേട്ടു, പക്ഷേ ഒന്നും എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മൾ പറയില്ലേ പൊട്ടം കളി, അങ്ങനെയാണ്. ആവശ്യമില്ലാത്തതിനൊക്കെ പൊട്ടം കളിച്ചാൽ മതി. നീ മണ്ടനാണെന്ന്. ദൈവസന്നിധിയില് ഈ മണ്ടനാ ഏറ്റവും കൂടുതൽ ദൈവം വില കൊടുക്കുന്നത്. മണ്ടൻ കളിച്ചു ചില കാര്യത്തിൽ ആരോടൊക്കെ പറയാ. ഇങ്ങനെയൊക്കെ ഉള്ള ചില പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഈ ചിലരോടൊക്കെയുള്ള ഭാരം വിടാൻ പറ്റുന്നില്ല, ചിലരോടൊക്കെ ക്ഷമിക്കാൻ കുഴപ്പം നിങ്ങളുടെ കുഴപ്പമല്ല, അവർ ചെയ്തത് ഓർത്താൽ സാരമില്ലെന്ന്. പക്ഷെ അതിനേക്കാൾ വലിയ ചെയ്തല്ലേ കാൽവറി ക്രൂശിൽ യേശു ചെയ്തത് നിങ്ങൾക്ക് വേണ്ടി. എനിക്ക് ഓടി അവന്റെ അടുത്ത് ചെല്ലാം. ഞാൻ തളരുമ്പം, ഞാൻ വിഷമത്തിൽ ഭാരത്തോടെ ഇരിക്കുമ്പം എനിക്ക് ചെല്ലാൻ ഒരു സ്ഥലമുണ്ട്, എനിക്കൊരു സങ്കേതമുണ്ട്, എനിക്കൊരാളുണ്ട്. ഐ ഹാവ് സംബഡി ഇൻ ഹയർ പ്ലേസസ്. ആ സ്വർഗീയ തലത്തിൽ എനിക്ക് ഒരാളുണ്ട്. എന്നെ ഓടിച്ചെല്ലും. മകനെ മകളെ എന്ന് വിളിച്ച് രണ്ട് കൈ നീട്ടി നിൽക്കുക. ഞാൻ എത്ര ദിവസമായി നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഒന്ന് മുട്ടുകുത്തിക്ക്. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഒന്ന് മുട്ടുകുത്തിക്ക്. നിങ്ങളുടെ ബെഡ്റൂമിൽ ഒന്ന് മുട്ടുകുത്തിക്ക്. കർത്താവേ, എനിക്ക് പറ്റുന്നില്ല. ഗിവ് മീ ദാറ്റ് സ്പിരിറ്റ് ഓഫ് ഫോർഗീവ്നെസ്. മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ളത്. എന്നിട്ട് പ്രാർത്ഥിക്കണം. ആവശ്യമില്ലാത്ത ഒന്നും എന്നെ കേൾപ്പിക്കരുത്. എന്നോട് വേണ്ടാത്ത വന്ന ആരും ഒന്നും പറയരുത്. എന്റെ സ്പിരിച്വൽ ലെവൽ, എന്റെ ആത്മീയ ജീവിതത്തെ ഇടിക്കുന്ന ഒന്നും എനിക്ക് വേണം. ഈ ചില മനുഷ്യരുടെ ഒരു സ്വഭാവമാണ് ഗോസിപ്പ്. അവരിങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് അവർ പറഞ്ഞുകൊണ്ട്, കുറ്റം പറഞ്ഞുകൊണ്ട്, അത് അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്. ഈ അടുത്ത കാലത്ത് ഷാജ്പുര പറഞ്ഞു, ചില ആൾക്കാര് സഭയ്ക്കകത്ത് നിന്ന് കുറ്റം പറയും. സഭയ്ക്കകത്ത് അവരങ്ങനെയാണ്, ഇവർ ചെയ്യുന്നത് ശരിയല്ല, അവർ ചെയ്യുന്ന ഈ പറഞ്ഞ കുറ്റം കേട്ടിട്ട് പലരും സഭയ്ക്കകത്തുനിന്ന് പോകും. പക്ഷെ ഇവരിപ്പോഴും അവിടെ നിൽക്കും. ഈ കുറ്റം പറയുന്നവരവിടെ നിൽപ്പുകൊണ്ട് ഇത് കേട്ടവര് സഭ നിന്റെ വിശ്വാസ ജീവിതത്തെ തകർക്കാൻ നോക്കാണ്. ഇത് ആ പേഴ്സൺ അല്ല, അതിന്റെ പിന്നിൽ പിശാചാണ്, അതിന്റെ പിന്നിൽ ഈവിൾ സ്പിരിറ്റ് ആണ്. നിന്റെ വിശ്വാസത്തെ ഇടിച്ചു കളഞ്ഞു, നിന്റെ വിശ്വാസത്തിന്റെ കപ്പൽ മുക്കിക്കളയാൻ നോക്കുകയാണ്. സമ്മതിക്കരുത്. ബിവെയർ ഓഫ് ദം. അങ്ങനെയുള്ളവരെ മാറി നിന്നു അവരുടെ അടുത്ത്. നിന്റെ സ്പിരിച്വൽ ലൈഫിന് അവരൊരിക്കലും ഒരു അനുഗ്രഹമാണ്. മാറി നിന്നോണം എന്ന് പറഞ്ഞവരെ തള്ളിക്കളയാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന്, കർത്താവെ അവർക്ക് കൃപ കൊടുക്കണമേ. കർത്താവ് അവരുടെ സംസാരം മാറട്ടെ, അവരുടെ നാവ് മാറട്ടെ. കർത്താവ് അവരെ തൊടണമേ. അങ്ങനെ അവർക്ക് വേണ്ടി ഒന്ന് അവരെ തള്ളി അങ്ങ് കളഞ്ഞ് അവരെ ചോദിച്ച് അവരോട് കൊടുത്തിട്ട് പോകാൻ പ്രാർത്ഥിക്ക്. അവർക്ക് വേണ്ടി നിങ്ങൾ കാണും അവരില്ല മാറ്റങ്ങൾ. സ്റ്റാർട്ട് പ്രേ. ഞാൻ ഇതെല്ലാം ജീവിത അനുഭവത്തിൽ നിന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ ഉള്ളത് കണ്ടിട്ടുണ്ട്. ബാക്ക് ബൈറ്റേഴ്സ് ഒക്കെ പിന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, സ്നേഹിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവരുടെ ഒരു ആവശ്യത്തെ അവരെ തള്ളിക്കളയാതെ അവരെ ചേർത്ത് പിടിക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നിട്ടുണ്ട്. പലപ്പം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ചിലരെ ഒന്നും തിരിഞ്ഞു നോക്കേണ്ടതല്ല, പക്ഷെ അനുഭവിച്ചിട്ടുണ്ട്. കർത്താവ് കൃപ തന്നു. വിട്ടുകളെ. അതാണ് നമുക്ക് നന്മ, അതാണ് നമുക്ക് അനുഗ്രഹം. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുക. ഷീന പ്രാർത്ഥിച്ച് give us a spirit of forgiveness. സ്തോത്രം, സ്തോത്രം കർത്താവെ. എല്ലാവരോടും ക്ഷമിക്കാനുള്ള കൃപ തരണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ അതിനായിട്ട് ഒരുക്കണമേ. ഹല്ലേലൂയ. ഹൃദയത്തിലെ എല്ലാ ഭാരങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. മറ്റുള്ളവർ കൊണ്ടുവന്ന മുറിവുകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. എന്റെ കർത്താവിന്റെ കരം സ്പർശിക്കണമേ.
മറ്റുള്ളവരാൽ മുറിവേറ്റും തകർന്നും ഇരിക്കുന്നവരുണ്ട് കർത്താവെ. ഹല്ലേലൂയ. ഓരോരുത്തരുടെ വാക്ക് കേട്ട് തളർന്നിരിക്കുന്നവരുണ്ടപ്പാ. നീ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ കൂടെ ഇരിക്കണമേ. എല്ലാവരോടും ക്ഷമിക്കുവാൻ, ഹല്ലേലൂയ, അവരെയൊക്കെ സ്നേഹിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തൊടണമേ കർത്താവെ, തൊടണമേ അപ്പ. പരിശുദ്ധാത്മാവെ കൂടെ ഇരിക്കണമേ. വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ. പ്രാർത്ഥിപ്പാനുള്ള കൃപ തരണമേ. എല്ലാ മേഖലകളിലും എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടെ. ശാരീരികമായി, മാനസികമായി എല്ലാ മേഖലകളും ഒരു അനുഗ്രഹമായി തീരട്ടെ. ഇവർക്ക് മാത്രമല്ല, ഇവർ മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹൃദയത്തിൽ വലിയ രൂപാന്തരങ്ങൾ കൊണ്ടുവരട്ടെ. എന്റെ കർത്താവിന്റെ സാന്നിധ്യത്താൽ നിറയട്ടെ. കർത്താവ് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എവിടെയെങ്കിലും ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ കർത്താവെ അതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, സ്പിരിച്വലി ഞങ്ങളെ കർത്താവ് വളർത്തണമേ. യെരുശലേം ദേവാലയം നോക്ക്, പൊന്മാണിവക്കാരുടെ തകർന്ന ആ സ്ഥലമായിരുന്നെങ്കിൽ വലിയ എടുപ്പാണ്, വലിയ പേരാണ്. ഇറ്റ് ഈസ് ഫേമസ്. വലിയ പേരാണുള്ളത്. പക്ഷെ അതിന്റെ അകത്ത് ഫലമുണ്ടായിരുന്നില്ല, അതിന്റെ അകത്ത് സ്പിരിച്വാലിറ്റി ഉണ്ടായിരുന്നില്ല, അതിന്റെ അകത്ത് സന്തോഷം ഉണ്ടായിരുന്നില്ല, അതിന്റെ അകത്ത് ആരുടെയും ആത്മീയമായി ആരും വർദ്ധിച്ചില്ല. അങ്ങനെ തളർന്നു കടന്നതിനെ കർത്താവ് വെടിപ്പാക്കിയതുപോലെ യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങളുടെ ഉള്ളം അതുപോലെ എവിടെയെങ്കിലും കലങ്ങി തകർന്നു കിടപ്പുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവാൻ ദൈവം കൃപ തന്ന് അതിനെല്ലാം വെടിപ്പാക്കി കർത്താവിന്റെ സ്നേഹം കൊണ്ട് കർത്താവ് ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് എതിർത്തവരായിരിക്കാം, ഞങ്ങളെക്കുറിച്ച് വേണ്ടാത്ത പറഞ്ഞതായിരിക്കാം, അവരെ ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വീടുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, സമ്പത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ, ആരോഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, വിശ്വാസ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്പിരിച്വലി അവരെ ബ്ലസ്ഡ് ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ ക്രിസ്തുവിന്റെ എല്ലാ നിറവിനോടും നിറയട്ടെ. ഒന്ന്, നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ഭാരമുണ്ട്, ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് അവരുടെ പേര് പറഞ്ഞ് യേശുവിൻ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ ഒന്ന് തുടങ്ങിക്കേ. നോക്ക്, ഒരു 5 ദിവസം നിങ്ങൾ അനുഗ്രഹിച്ചോ, യു വിൽ സീ ദ ഡിഫറൻസ്. നോക്കാം, മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കാണും. താങ്ക് യു മൈ ഫാദർ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ധാരാളമായി കൃപ കൊടുക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സോ കർത്താവ് ഈ ദിവസം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. The real faith brings real fruit. Real faith എന്ന് പറയുന്നത് is forgiveness. If you forgive others, you have that real faith. And that real faith will bring real fruit in your life. So കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്ഡ് ആകട്ടെ. നിങ്ങളെ കർത്താവിന്റെ കൃപയിൽ ഓരോരുത്തരെയും കർത്താവ് സൂക്ഷിക്കട്ടെ. Praise the Lord. And carry ഈ ലൈഫ് ടൈം ആയിട്ട് ക്യാരി ചെയ്യണ്ട. കാരണം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഓരോന്ന് പലതും നമ്മൾ നേരിടേണ്ടി വരും. പക്ഷെ ലൈഫ് ടൈം ആയിട്ട് ക്യാരി ഫോർഗിവ്നെസ്. That will be the greatest blessing in your life. God bless you and share the video also. അനേകർക്ക് അത് അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വൈകിട്ട് ഇവിടെ ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ വീട്ടിലെ മുറ്റത്താണ്, ചെറിയറമ്പിലുള്ള, കോഴഞ്ചേരി ചെറിയറമ്പിലുള്ള വീടിന്റെ മുറ്റത്താണ് കൺവെൻഷൻ. സോ നിങ്ങൾ ഈ അടുത്തൊക്കെ ഉള്ള ഭാഗത്ത് ആരെങ്കിലും ഒക്കെ കേൾക്കുന്നെങ്കിൽ കം, നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. വി എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ടു ഹാപ്പൻ. ഇന്ന് രാത്രി വൻ കാര്യങ്ങൾ, ഇന്നും നാളെയും വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. സോ ഗോഡ് ബ്ലെസ് യു. നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം, ഈ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. വി നീഡ് യുവർ പ്രയർ. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ഒത്തിരി ആവശ്യമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. അല്ലാതെ ഞങ്ങളുടെ സ്വന്തം കഴിവിലും മിടുക്കിലും ഒന്നും നിൽക്കുന്നതല്ല. അനേകരുടെ പ്രാർത്ഥനയാണ്, അനേകരുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ ഞാനത് ഓർത്ത് ഞാൻ സന്തോഷിക്കുകയാണ്. സോ God bless you. Have a wonderful day. God bless you. Share the video. God bless you.